ഹലോ എവ്രി വൺ. ഇന്ന് ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചേച്ചി തന്ന ചക്കയാണ്, കോട്ടായിൽ നിന്ന് കിട്ടിയ ചക്കയാണ്. അതിപ്പോൾ അതാ നേരാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ചക്ക എരിശ്ശേരി വെക്കാമെന്നും പറഞ്ഞിട്ടാണ്. അതിനിപ്പോൾ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേകുന്ന സമയത്ത് നമുക്ക് അടച്ച് വേണം വേവിക്കാൻ. വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനിപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ജീരകം, പിന്നെ ഒരു 2 ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇത് പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് കോഴ്സ് ഗ്രൈൻഡിങ് ആണ്. ഇപ്പോൾ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ കോക്കനട്ടിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സി പാത്രത്തിൽ ആ വെള്ളവും നമുക്ക് ഒന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഇതാ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വറവിടാനായിട്ട് കടുക്, നമ്മുടെ ചുവന്ന മുളക്, പിന്നെ ചെറിയ ഉള്ളിയും കരിവേപ്പിലയും. ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് നാളികേരവും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വറുത്തെടുക്കാം, ഒരു ചുവന്ന കളർ ആവുന്നത് വരെ. ഇപ്പോൾ ചുവന്ന കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ചക്കയെ കൊണ്ട് ഞാൻ ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ഡേ എനിക്ക് മുരിങ്ങയ്ക്ക കിട്ടിയിരുന്നു, ഏട്ടൻ കൊണ്ട് തന്നതാണ്. അപ്പോൾ ചക്കക്കുരു ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് കറി ഉണ്ടാക്കാം, ഒരു നാടൻ കറി. മാങ്ങയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ബാക്കി ചക്കയുണ്ട്, അത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ചക്കക്കുരു ഇതാ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിച്ച് തുടങ്ങാം. ഒന്ന് കുറച്ച് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുളകും കീറിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒരു തക്കാളി, പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉഗ്രനായിരുന്നേനെ, പക്ഷെ മാങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് തക്കാളി ആഡ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ചക്കയും കട്ട് ചെയ്തെടുക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ. ഈ കൂട്ടാനുള്ള അരപ്പിന് നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ മഞ്ഞളും ഇട്ടതാ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വറവിന് ജസ്റ്റ് കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും താളിച്ചങ്ങോട്ട് കൊട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്കക്കുരും മുരിങ്ങയ്ക്കയും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചക്ക മെഴുക്ക് വരട്ടിയെന്നോ ഉപ്പേരിയെന്നോ എന്ത് വേണേലും പറയാം, ഉണ്ടാക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു. അതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒന്നിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ആഡ് ചെയ്യുന്നത്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. അതും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. വേഗം ആകുകയും ചെയ്യും. ഈ ചക്ക ഭയങ്കര എന്താ പറയുക, ഡെലിക്കറ്റാണ്, ഇത് തിന്നാണ്. അപ്പോൾ വേഗം കുക്കായി വരും. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ചക്ക ഉപ്പേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അപ്പത്തിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൂട്ടത്തിൽ തന്നെ 4 മണിക്കുള്ള പലഹാരം റെഡിയാക്കാമെന്ന്. അപ്പോൾ ചായക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് ശർക്കര പാനിയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് സ്റ്റീം ചെയ്യാൻ അങ്ങോട്ട് വെച്ചു. അപ്പോൾ എൻ്റെ കൂട്ടാനാകുമ്പോൾ ഈ വട്ടയപ്പം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും വട്ടയപ്പം തന്നെ, അതും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് വൈകുന്നേരത്ത് ചായക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ സ്റ്റീം ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ഇവിടെ നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കയെ കൊണ്ട് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ഇതാ ഇപ്പോൾ ചക്ക ഉപ്പേരി, പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരും മുരിങ്ങയ്ക്കയും വെച്ചിട്ട് ഒരു നാടൻ കറി, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇവിടെ ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ നമ്മുടെ 4 മണി പലഹാരവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചേച്ചി കോട്ടായിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയും പിന്നെ ഏട്ടൻ നിന്ന് മുരിങ്ങയ്ക്കയും എല്ലാം വെച്ചിട്ടാണ് കറികൾ.
ഇവിടെ ഇപ്പോൾ ഞാൻ ചക്ക കൊണ്ട് എന്താ ഉണ്ടാക്കിയിരിക്കണേ എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.